ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല കേട്ടോ വന്നിട്ടുള്ളത്. ഇന്ന് ഞങ്ങൾ ഏട്ടൻ്റെ നാട്ടിലേക്ക് പോവുകയാണ്. പെരുമ്പാവൂർ, കോടനാട്. നമ്മുടെ ഇവിടം സ്വർഗമാണ് എന്ന ലാലേട്ടൻ്റെ മൂവി കണ്ടിട്ടില്ലേ, അതിൽ പറയണ അതേ കോടനാട്. ബാഗുകളൊക്കെ വണ്ടിയിലേക്ക് കയറ്റി വയ്ക്കാൻ എന്നെ ആദ്യക്കുട്ടിയും സഹായിച്ചു. അവളുടെ സഹായം കൊണ്ട് എല്ലാം വണ്ടിയിൽ കയറ്റി വെച്ച് റെഡിയായി. ഏട്ടനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഏട്ടനാണ് എണീറ്റിട്ടില്ലായിരുന്നു. ഞങ്ങൾ അതിനു മുന്നേ എല്ലാ പണിയും തീർത്ത് റെഡിയായിട്ട് നിന്നു. ആദ്യക്കുട്ടി തന്നെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തു കേട്ടോ. രാവിലെ എണീക്കാനും പോവാനും ഒന്നൊരു മടിയില്ലായിരുന്നു അവൾക്ക്. കാരണം എന്താ, നൈനുവിനെ കാണാനാണ് പോകുന്നത്. കോടനാട് ഏട്ടൻ്റെ വീട്ടിൽ ഏട്ടൻ്റെ അനിയനും ഭാര്യയും 2 കുഞ്ഞുങ്ങളും ഉണ്ട്. അതിൽ മൂത്തയാൾ ആദിയുടെ അതേ പ്രായമാണ്. അവർ മാസങ്ങൾ തമ്മിലുള്ള വ്യത്യാസമേ ഉള്ളൂ. നൈനിക, ആദി ധ്വനിക. അപ്പോൾ അവളെ കാണാനുള്ള തിടുക്കമാണ് ആദിക്കുട്ടിക്ക്. അവൾ വേഗം രാവിലെ തന്നെ എണീറ്റ് എല്ലാം റെഡിയായി പണിയൊക്കെ തീർന്നപ്പോൾ ക്ഷീണിച്ചു കുഞ്ഞ്. ഇനി അച്ഛൻ റെഡിയായി വന്നാൽ മതി, ഇറങ്ങാം എന്നും പറഞ്ഞ് ഞങ്ങൾ റെഡിയായി ഇറങ്ങി. അപ്പോൾ ആ യാത്രയുടെ വിശേഷവുമായാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഹായ്, ഞാൻ അശ്വതി. എല്ലാവർക്കും ഡി ഫാമിലിയിലേക്ക് സ്വാഗതം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതുകൊണ്ട് വരുന്ന വഴിക്ക് ഒരു ഹോട്ടൽ കണ്ടപ്പോൾ നിർത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറി. ആദ്യക്കുട്ടിയാണെങ്കിൽ ശരിക്കും വിശന്നിട്ട് കിളി പോയിട്ടുണ്ടായിരുന്നു കൊച്ചിൻ്റെ. വേഗം ഭക്ഷണം വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടുന്ന് യാത്ര തിരിച്ചു. ഏട്ടൻ്റെ വീട് പെരുമ്പാവൂരാണ് കേട്ടോ. ശരിക്ക് അച്ഛൻ്റെ തറവാടും അച്ഛൻ്റെ വീട്ടുകാരും ഒക്കെ പെരുമ്പാവൂരാണുള്ളത്. അവിടെ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഏട്ടൻ്റെ അനിയനും ഭാര്യയും 2 കുഞ്ഞുങ്ങളും ഉണ്ട്. നൈനുക്കുട്ടിയും തനുക്കുട്ടി. 2 പേരും ഞാനിന്ന് കാണിച്ചു തരാം കേട്ടോ. അവർക്ക് വേണ്ട പലഹാരവും മിഠായിയും അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ എന്താണെന്ന് ആദ്യക്കുട്ടിക്ക് നല്ലപോലെ അറിയാം. അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു. ഞാൻ യൂട്യൂബ് വീഡിയോസൊക്കെ ചെയ്തു തുടങ്ങിയ പിന്നെ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് അവരെ ഒന്നും നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പറ്റാഞ്ഞത്. ഇന്ന് എന്തായാലും ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കാണിച്ചിട്ട് തന്നെ ബാക്കി കാര്യമുള്ളൂ എന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചതാണ്. അവർക്കും അറിയാം. എന്നോട് ഭയങ്കര പരിഭവമൊക്കെ പറഞ്ഞിട്ടുണ്ട് നൈനുക്കുട്ടി. വല്യമ്മ എന്നെ ഒന്നും വീഡിയോ എടുത്തില്ല, യൂട്യൂബിൽ ഇട്ടില്ല എന്നൊക്കെ. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഞങ്ങളുടെ 3 കുരുന്നുകളായിരിക്കും. ഇന്ന് വുമൻസ് ഡേ സ്പെഷ്യലും കൂടെയാണ് കേട്ടോ. ഞാൻ ഈ വീഡിയോ ഇടാൻ ചിലപ്പോൾ ലേറ്റ് ആയിരിക്കും. ഇതാണ് ആദിക്കുട്ടനും നൈനിക്കുട്ടനും. 2 പേരും ട്വിൻസ് പോലെയാണ്. വന്നു കഴിഞ്ഞാൽ വഴക്കും തല്ലുകൂടലും ഇടിക്കലും ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് ഞങ്ങളുടെ ചെറുത്, എൻ്റെ പൊന്നെ തനുക്കുട്ടി. അവളൊരു കാന്താരിയാണ് കേട്ടോ. കാണിച്ചു തരുന്നുണ്ട് ഞാൻ. അവിടെ ചെന്നതും വിശേഷങ്ങളായി. അവർക്കുള്ള പുതിയ പുതിയ കളിപ്പാട്ടങ്ങളൊക്കെ കാണിച്ചു കൊടുക്കലും ഉത്സവത്തിന് പോയപ്പോൾ വാങ്ങിക്കൊടുത്തതും എല്ലാം വേഗം എടുത്തു കൊണ്ടു കൊടുത്തു. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനുള്ള എല്ലാം കൊടുത്തു. അങ്ങനെ പിന്നെ കളിയൊക്കെ ആയി. 3 പേരോടെ ഇരിക്കുന്നത് കാണാൻ തന്നെ നല്ല രസമായിരുന്നു. 3 കൂടെ കൂടിയാൽ പിന്നെ ഈ കോടനാട് പഞ്ചായത്തൊന്നും ആൾക്കാർ കാണില്ല. അത്ര ബഹളവും കളിയായിരിക്കും. അതുകൊണ്ടൊരു കോലും വടിയൊക്കെ കയ്യിലിരിക്കുന്നത് വളരെ നല്ലതാണ്. അത് കൈ പിടിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ മൊത്തെടുക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഇനി ഞാൻ ഇച്ചിരി നവരസങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ആ കുഞ്ഞു മുഖത്ത് വിടുന്ന നവരസങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. അവളെ ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായി. കള്ളി ഓരോ കോപ്രായം കാണിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നല്ല രസമായിരുന്നു ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുന്നത് കേട്ടോ. കാരണം പുള്ളിക്കാരിക്ക് നല്ല അറിവുണ്ട്. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുവാണ്, ഞാൻ യൂട്യൂബിലിടും എന്നൊക്കെ. മണിച്ചിത്രത്താഴിലെ പപ്പുച്ചേട്ടനെയൊക്കെ ഓർമ്മ വന്നു. എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേന്ന്. ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ വിഭവമൊക്കെ ഒന്ന് പോയി തുറന്നു നോക്കി. എല്ലാ പാത്രവും തുറക്കുന്ന പരിപാടി സ്ഥിരമായിട്ടുള്ളതാണ് കേട്ടോ. അവിടെ എത്തിയ നേരെ അടുക്കളയ്ക്ക് പോയിട്ട് രാവിലെ ഉണ്ടാക്കിയിരുന്നത് വരെ തുറന്നു നോക്കും. എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ എല്ലായിടത്തും തിന്നുകയും ചെയ്യും. ചെന്നപ്പോൾ നല്ല മീൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. രാവിലത്തെ കിഴങ്ങ് കറി ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ ചോറുണ്ടാകും പറഞ്ഞിട്ട് ഏട്ടൻ പാത്രം പിടിച്ച് വന്നു. കാര്യം പറഞ്ഞാൽ ഇന്ന് അച്ഛനും അമ്മയും മൂകാംബികയ്ക്ക് പോവുകയാണേ. അപ്പോൾ അവർ 2 പേരും വ്രതത്തിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അമ്മയ്ക്കും അച്ഛനും വ്രതമായത് കാരണം മീനോ ഇറച്ചിയോ ഒന്നും കൂട്ടാനും പറ്റില്ല. അമ്മ ഇത് ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ്. ചോറുണ്ടായിരുന്നു, വാഴക്കുമ്പും നമ്മുടെ വൻപയറും കൂടി ഇട്ടിട്ടുള്ള തോരനുണ്ടായിരുന്നു,
ഇത് അമ്മയ്ക്കും അച്ഛനും ഉണ്ടാക്കിയിരുന്ന മോര് ഒഴിച്ചു കറിയാണ്, ഈ മോര് കാച്ചില്ലേ അതുപോലെ. അതും ഉണ്ണിക്കുട്ടൻ കരസ്ഥമാക്കി. പിന്നെ ഇത് കണ്ടോ, അച്ചാർ കോർണറാണിത്. ഇതിനകത്ത് ഒരുവിധം എല്ലാ അച്ചാറും കാണും. ബീട്രൂട്ട് ഉണ്ട്, മാങ്ങയുണ്ട്, നെല്ലിക്കയുണ്ട്, ചാമ്പക്കയുണ്ട്, പിന്നെ ഉപ്പിലിട്ടതുണ്ട്, നമ്മുടെ ലൂബിക്ക് ഉപ്പിലിട്ടത്, കാന്താരി ഉപ്പിലിട്ടത്. ഇപ്പം ദാ ഉണ്ണിയേട്ടൻ എന്താ നല്ല മാങ്ങച്ചാറ് പാത്രത്തിലേക്ക് പകർത്തി. അച്ചാർ സ്പെഷ്യലിസ്റ്റ് ആണ് കേട്ടോ അമ്മ. എല്ലാവിധ അച്ചാറും ഒരുവിധം അമ്മ ഉണ്ടാക്കും. അമ്മയുടെ സ്പെഷ്യൽ അച്ചാറൊക്കെ പ്രിപ്പറേഷൻ കാണിച്ചുകൊണ്ട് ഞാനൊരു ദിവസം വീഡിയോ ഇടാം. ഇന്ന് പോകുന്നതിൻ്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് ഒരുപാട് വിഭവങ്ങളൊന്നുമില്ല. എന്നാലും മീൻകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഏരിയുടെ മീൻകറിയായിരുന്നു. ഉണ്ണിച്ചേട്ടൻ കുഴച്ച് ഉരുട്ടി കഴിക്കുന്നത് കാണാൻ നല്ല രസാട്ടോ. അത് കഴിക്കുന്നത് കാണുമ്പോൾ ഞാനും അതുപോലെ ആദ്യക്കുട്ടി ഓരോ ഉരുളയ്ക്ക് വേണ്ടി വരും. അങ്ങനെ ചെന്ന് നിന്നതാ, എനിക്കും കിട്ടി. ഇത് കണ്ടോ, അച്ഛൻ്റെ സപ്തതിക്ക് ഞങ്ങൾ അടിച്ചൊരു ബാനറായിരുന്നു അത്. അതിനകത്താണ് അച്ഛൻ നമ്മുടെ ജാതിയുടെ കുരു ഉണക്കാനിടുന്നത്. അച്ഛൻ ഇവിടെ ഒരുപാട് കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഞാൻ ഒരു ദിവസം ഇടുന്നുണ്ട്. ഇതൊക്കെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ വരുന്നതാണ് നമ്മുടെ നൈനുൻ്റെയും തനുൻ്റെയും അമ്മ പ്രീത. അവൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. ഷിഫ്റ്റ് കഴിഞ്ഞ് വരുന്ന വഴിയാണ്. അപ്പോഴാണ് യാദൃശ്ചികമായി ഞാൻ ക്യാമറയും പിടിച്ച് നിൽക്കുന്നത്. അങ്ങനെ അമ്മയും അച്ഛനും ഒക്കെ റെഡിയായി മൂകാംബികയിൽ പോകാൻ വേണ്ടി ഞങ്ങൾക്ക് കുറേ നിർദ്ദേശങ്ങളൊക്കെ തന്ന് അവർ വണ്ടിയിൽ കയറി. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് അവർ പോകുന്നത്. അവരെ കൊണ്ടുവിടാൻ വേണ്ടി ഉണ്ണിച്ചേട്ടനും പോയി. അങ്ങനെ ഏട്ടൻ ഇറങ്ങി. ഏട്ടൻ തിരിച്ചു വന്നപ്പോൾ ഒരു സ്പെഷ്യലായിട്ടാണ് വന്നിട്ടുള്ളത്. ഖവാലി മൾട്ടി ക്യൂസിൽ നിന്ന് നല്ല ജെല്ലിക്കെട്ട് മന്തി. അതിനുവേണ്ടി ഞങ്ങൾ എല്ലാവരും ഡിന്നർ കഴിക്കാതെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഏട്ടൻ വന്നപ്പോഴേക്കും കുട്ടികൾക്കൊക്കെ നല്ല വിശപ്പായി. എല്ലാവരും ജെല്ലിക്കെട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ ഇതാണ് ആ മുതൽ, ജെല്ലിക്കെട്ട്. നല്ല സ്പൈസി ആയിരുന്നു, ഒരു ചെറിയ സ്വീറ്റ്നെസ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ കുട്ടികൾക്ക് ഇച്ചിരി സ്പൈസി ആയിരുന്നു. പക്ഷെ ഈ കാന്താരി അതൊക്കെ കൂട്ടി നല്ല പോലെ ഭക്ഷണം കഴിച്ച്. അവൾ 2 കൈയും ഉപയോഗിച്ച്, ടൂൾസ് ഒന്നും അധികം ആവശ്യമില്ലാതെ തന്നെ അവളെ കൈകൾ തന്നെ 10 കൈകളായിട്ട് വർക്ക് ചെയ്തു. അത്താഴമൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം പോയതറിഞ്ഞില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം. ബൈ ബൈ ബൈ.